എനിക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിമിഷേച്ചി വന്ന് പറഞ്ഞതാണ് കൂണ് പൊട്ടിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനും ലതേച്ചി നിമിഷേച്ചിയും കൂടിയിട്ട് കൂണ് പൊട്ടിക്കാൻ പോയി. അങ്ങനെ കുറേ കൂണുണ്ടായിരുന്നു, കുറേ പേരൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഇത് സിമ്പിളാണ് നന്നാക്കാൻ. അങ്ങനെ ഞാനിത് ഇങ്ങനെ ഇരുന്ന് തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാ കൂണും എടുക്കാൻ പറ്റില്ല, നല്ല വിരിഞ്ഞതും ഒക്കെ മാറ്റി വയ്ക്കും. പുഴും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. ഒരുവിധമൊക്കെ നല്ല കൂണായിരുന്നു. മുട്ടൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നല്ലതാണ്, നല്ല വിരിഞ്ഞതാണെന്ന് വെച്ചെങ്കിൽ അതിൽ പുഴുവൊക്കെ പ്രാണി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ എല്ലാതും നല്ല പോലെ ഒരു 4-5 തവണ വെള്ളത്തിൽ നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടി വെള്ളത്തിൽ നല്ലപോലെ വേവിച്ച് ഊറ്റി മാറ്റി വയ്ക്കുക. പിന്നെ സാധാരണ നമ്മൾ ഇറച്ചിക്കറിക്ക് ഗ്രേവി അടിക്കണ പോലെ ഗ്രേവി അടിച്ചതിന് ശേഷം ഇത് ഇട്ടിട്ട് വരട്ടിയെടുക്കണം. ചാറ് കറി ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പോലെ റോസ്റ്റ് ചെയ്ത് വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ബീഫ് മാറി നിൽക്കൂട്ടോ. സൂപ്പർ ടേസ്റ്റാണ് മക്കളെ. ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.